ഇതുവരെയും സ്വന്തം നാമത്തിലും സഹോദരങ്ങളുടെ നാമത്തിലും കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങൾ പാവപ്പെട്ട പാപികളാണ് എന്ന് അപേക്ഷിക്കുവാൻ അവൾക്ക് സാധിക്കുമല്ലോ. അങ്ങയെ ദ്രോഹിക്കുവാൻ ഒരിക്കലും ഇടയാകരുതേ എന്ന ഏക ആഗ്രഹം മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. ജീവിതത്തിൻ്റെ അവസാന നാളിലേക്ക് അടുത്തുകൊണ്ടിരുന്നപ്പോൾ ശാരീരികമായും ആത്മീയമായും സഹനങ്ങളിൽ കൂടി കടന്നുപോയ അവൾക്ക് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ: ദൈവസ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ അസഹനീയമായ യാതൊന്നുമില്ല. സ്നേഹമൊന്നു മാത്രമേ വിലയായിട്ടുള്ളതുള്ളൂ. 1897 ജൂലൈയിൽ അവൾ കർമ്മലമഠത്തിലെ രോഗമുറിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവൾക്ക് 24 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവൾ പറയുകയുണ്ടായി: അല്പം പോലും സഹിക്കുവാൻ സാധിക്കാത്ത വിധം എനിക്ക് സഹനം അത്ര മധുരമായി തീർന്നിരിക്കുന്നു. യേശുവിനായി ആത്മാർപ്പണം ചെയ്ത അവൾ മരണക്കിടക്കയിൽ വെച്ച് അവൾ ഒരു വിശുദ്ധയാണ് എന്ന് കാണാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും പറയാറുണ്ടായിരുന്നു: എൻ്റെ കുഞ്ഞു സഹോദരിമാരെ, നിങ്ങൾ ഒരു കുഞ്ഞു പുണ്യവതിയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. എൻ്റെ കുഞ്ഞു സഹോദരിമാരെ, ആ പൂവല്ലികൾ എല്ലാം ശേഖരിച്ചു കൊള്ളുവേൻ. അവ അത്യന്തം കൗതുകരമായിരിക്കും. അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുത്തരുത്. വീണ്ടും ഒരു പ്രവചനമെന്ന നിലയിൽ മരണത്തോടടുത്തപ്പോൾ അവൾ പറഞ്ഞു: നല്ലത് ദൈവത്തിൽ നിന്നാണ് എല്ലാം വരുന്നതെന്നും സകലരും ഗ്രഹിക്കും. എനിക്കുണ്ടാകാവുന്ന സമസ്ത മഹിമയും സൗജന്യമായിരിക്കും. അതൊന്നും എൻ്റെ വകയായിരിക്കുകയില്ല. ലോകം മുഴുവനും അതിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.